വാഗേരിയിൽ യുവ കർഷകനെ ആക്രമിച്ചു കൊന്ന കടുവയെ ഉടൻ വെടിവെച്ചു കൊല്ലും. കടുവയ്ക്കായി തെരച്ചിൽ തുടങ്ങി. നരഭോജി കടുവയാണെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് നടപടി. ഡോക്ടർ അരുൺ സക്കറിയ വാഗേരിയിലെത്തി. വൈൽഡ് ലൈഫ് പട്ടികയിലുള്ള 13 വയസ്സുള്ള ആൺകടുവ എന്നാണ് വനംവകുപ്പ് സ്ഥിരീകരിച്ചത്. മേഖലയിലെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്ന നടപടികളുമായി ജനങ്ങൾ സഹകരിക്കണമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി വയനാട്ടിലെ ജനങ്ങൾക്ക് ഭീതി പടർത്തിക്കൊണ്ട് വന്നിട്ടുള്ള കടുവയെ വനം വകുപ്പ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. WWL 45 എന്ന ഇനത്തിൽപ്പെട്ട വനം വകുപ്പിന്റെ ഡാറ്റാ ബേസിൽ ഉൾപ്പെട്ട കടുവയാണ് ഈ കടുവ. ഇത് അനുയോജ്യമായ സ്ഥലത്തെത്തിയാൽ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സുർജിത്ത്, എങ്ങനെയാണ് ഉദ്യോഗസ്ഥരുടെ നീക്കം പുരോഗമിക്കുന്നത്? ജീവനോടെ പിടികൂടുക എന്നതിനപ്പുറത്തേക്ക് വെടിവെച്ചു കൊല്ലുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണോ കരുതേണ്ടത്? വെടിവെച്ചു കൊല്ലുക എന്നുള്ള തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് വെറ്റിനറി സർജൻ കൂടിയായിട്ടുള്ള മൃഗസംരക്ഷണ വകുപ്പിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ അരുൺ സഖറിയ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. DFO ഉൾപ്പെടെയുള്ളവർ ഇവിടെ ക്യാമ്പ് ചെയ്ത് കാര്യങ്ങൾ വിലയിരുത്തുകയാണ്. മാത്രമല്ല CCF ദീപ KS ഇവിടെ ഉണ്ട്. നോർത്തേൺ CCF ആണ്. കടുവയെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞു എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാവുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രജീഷിൻ്റെ മരണം നടന്ന ആ കാപ്പിത്തോട്ടത്തിലാണ്. ആ കാപ്പിത്തോട്ടത്തിന് താഴെയാണ് പുല്ലരിയാൻ വേണ്ടി പ്രജീഷ് പോയത്. അതിൻ്റെ ഏതാണ്ട് അടുത്തടുത്തായി 3 കൂടുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ആ 3 കൂടുകളിൽ ഒന്നിൽ ഇന്നലെ ഈ കടുവ എത്തി എന്നതിന് ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന്. അതായത് അവിടെ അടുത്തെത്തിയ ശേഷം ആ കൂടിന് തൊട്ടടുത്ത് എത്തി. അതിനുശേഷം കൂട് അടഞ്ഞ നിലയിലായിരുന്നു ഇന്ന് രാവിലെ ഉണ്ടായിരുന്നത്. കൃത്യമായി CCTV സ്ഥാപിച്ച CCTV ക്യാമറ ട്രാപ്പിൽ ഇത് കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരം വനംവകുപ്പിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്നുണ്ട്. ഇന്ന് രാവിലെ തന്നെ ഈ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള നിരീക്ഷണമാണ് നടത്തിയിരുന്നത്. ആ നിരീക്ഷണത്തിൽ കടുവയെ സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ ഉണ്ട്. എന്തായാലും വനം മന്ത്രിയുടെ പ്രഖ്യാപനം തന്നെ അതാണ്. കടുവയെ വെടിവെച്ചുകൊണ്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്നുള്ളത് വനം മന്ത്രി തന്നെ നിലപാട് പങ്കുവെച്ച് കഴിഞ്ഞു. ഈ നാട്ടുകാരുടെ ആവശ്യവും അതുതന്നെയാണ്. 13 വയസ്സുള്ള ആൺകടുവയാണ്. WWL വയനാട് വൈൽഡ് ലൈഫ് 45 എന്ന് നാമകരണം ചെയ്തിട്ടുള്ള, നേരത്തെ ഈ സർവേയിലെല്ലാം തന്നെ കണ്ടെത്തിയ ആ കടുവ. അതിൻ്റെ ചിത്രം പോലും വനംവകുപ്പിൻ്റെ സൈറ്റിൽ ഉണ്ട്. ആ അത്യാവശ്യം വലിപ്പമുള്ള കടുവയാണ് ഇത്. മാത്രമല്ല അതിന് പ്രായാധികമായ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരം കൂടി വനംവകുപ്പിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. അതുകൊണ്ട് ഇര തേടാനൊന്നും കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ നാട്ടിൻ പ്രദേശത്ത്, അതായത് വനത്തോട് ചേർന്ന് കിടക്കുന്ന ഈ നാട്ടിൻ പ്രദേശത്തേക്ക് ഈ കടുവ എത്താനുള്ള ഒരു സാഹചര്യം അതുകൊണ്ടാണ് എന്നുള്ള തരത്തിലുള്ള ഒരു വിലയിരുത്തലും വനംവകുപ്പിനുണ്ട്. 3 സംഘങ്ങളായി തിരിഞ്ഞ് ഇന്ന് രാവിലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വനത്തിനകത്തേക്ക് പോയിട്ടുണ്ട്. വ്യോമ നിരീക്ഷണം നടത്തുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ പിടികൂടാനുള്ള ദൗത്യത്തിലേക്ക് പിടികൂടുകയോ അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുകയോ എന്നുള്ള ദൗത്യത്തിലേക്കാണ് വനംവകുപ്പ് കടക്കുന്നത്. ഡോക്ടർ അജേഷ് മോഹൻ നേരത്തെ തന്നെ കഴിഞ്ഞ 6 ദിവസങ്ങളിലായി തിരച്ചിലിൻ്റെ ഭാഗമായി ഡോക്ടർ അജേഷ് മോഹൻ ഈ സ്ഥലത്ത് തന്നെയുണ്ട്. ഇപ്പോൾ അരുൺ സക്കറിയ കൂടി ഇതിൻ്റെ ഭാഗമാകുന്നു. എന്തായാലും നടപടികളിലേക്ക്, കൃത്യമായിട്ടുള്ള നടപടികളിലേക്ക് വനംവകുപ്പ് കടക്കുന്നു എന്നുള്ളതാണ് വാഗേരിയിൽ നിന്ന് പങ്കുവയ്ക്കാനുള്ള വിവരം. എന്തായാലും ഇതിനകത്ത് ഈ വനമേഖല കേന്ദ്രീകരിച്ച് വനമേഖലയോട് ചേർന്ന ഈ കാപ്പിത്തോട്ടത്തിൻ്റെ അകത്തായി കടുവയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതിൻ്റെ സ്ഥിരീകരണമുണ്ടായി. ഇന്നലെ തന്നെ ഈ കടുവ ഇവിടെ തൊട്ടടുത്തുള്ള, അതായത് പ്രജീഷിൻ്റെ മരണം നടന്നതിൻ്റെ ഏതാണ്ട് 200 മീറ്റർ മാത്രം അകലെയുള്ള ഈ മേഖലയിൽ, അതായത് അവിടെ റോഡിനോട് ചേർന്നുള്ള കോഴി ഫാമിൻ്റെ സമീപത്ത് എത്തിയതിൻ്റെ സ്ഥിരീകരണം ഇന്നലെ തന്നെ വ്യക്തമായതാണ്. അതിനുശേഷം ഇന്നലെയും കടുവയുടെ സാന്നിധ്യം ഈ കൊല്ലിയിൽ, അതായത് ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും കർശനമായ രീതിയിലുള്ള നടപടിയിലേക്ക്, അത് വേഗത്തിൽ തന്നെ വെടിയുതിർക്കാനുള്ള അത്തരത്തിലുള്ള ശ്രമത്തിലേക്കാണ് വനംവകുപ്പ് കടന്നെടുക്കുന്നത്. നാട്ടുകാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആരും തന്നെ അനാവശ്യ കാര്യങ്ങൾക്ക് പുറത്തിറങ്ങരുത് എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശം അനൗൺസ്മെൻ്റായി തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വേണു. സുർജിത്ത്, ഈ പ്രായാധിക്യമുള്ള കടുവ ഇര തേടാൻ ആരോഗ്യമില്ല എന്നൊക്കെ ഉള്ള വിവരങ്ങൾ ഇപ്പോൾ വനം വകുപ്പിനുണ്ടല്ലോ. എന്ന് വെച്ചാൽ ഇനിയും ഒരുപക്ഷെ ഈ വനത്തിൻ്റെ അതിർത്തിയോട് ചേർന്നുള്ള ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുക, ആളുകളെ ആക്രമിക്കാനുള്ള സാധ്യത, അത് മുന്നിൽ കണ്ടാണോ കണ്ടു കഴിഞ്ഞാൽ വെടിവെച്ചു കൊല്ലുക എന്ന തീരുമാനത്തിലേക്ക് ഉദ്യോഗസ്ഥർ എത്തുന്നത്?
അത്തരത്തിലുള്ള നടപടിയാണ്. ഇത് സർക്കാർ തലത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം ആയിട്ടുണ്ട്. വനം വകുപ്പിൻ്റെ വൈൽഡ് ലൈഫ് വാർഡൻ തന്നെ ഇക്കാര്യം നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്തായാലും വെടിവെച്ച് കൊല്ലുക എന്നുള്ള ദൗത്യത്തിലേക്ക് കടക്കാൻ ഇത് നരഭോജി കടുവ എന്നുള്ള റിപ്പോർട്ടാണ് നൽകിയത്. സ്വാഭാവികമായും വെടിവെച്ച് കൊല്ലുക എന്നുള്ള ദൗത്യത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത്. അത്തരത്തിലുള്ള നടപടിക്രമത്തിൻ്റെ ഭാഗമായി ഈ സംഘം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ 13 വയസ്സെന്ന് പറയുന്നത് പ്രായാധിക്യമുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് വനം വകുപ്പ് കടക്കാനുള്ള കാരണം. മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നോർത്തേൺ CCF ആയിട്ടുള്ള KS ദീപ, അതോടൊപ്പം തന്നെ DFO ആയിട്ടുള്ള ഷജ്ന കരീം, ഇപ്പോൾ ഡോക്ടർ അരുൺ സക്കറിയ, ഡോക്ടർ അജേഷ് മോഹൻ ഉൾപ്പെടെയുള്ള ഒരു ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇത്തരം ഇടപെടൽ നടത്തിയ ഒരു ടീം തന്നെ ഇവിടെ ഈ കാര്യങ്ങൾ നിയന്ത്രിച്ച് ഇവിടെ ബേസ് ക്യാമ്പിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, അതായത് ബേസ് ക്യാമ്പിനോട് ചേർന്ന തൊട്ടടുത്ത് തന്നെയാണ് ആ കാപ്പിത്തോട്ടമുള്ളത്. ആ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് അതിനെ സ്പോട്ട് ചെയ്യാൻ വേണ്ടി ഇന്ന് രാവിലെ തന്നെ തിരച്ചിൽ തുടങ്ങിയിട്ടുള്ളത്. എന്തായാലും ഈ തിരച്ചിലിൽ ഇതിനെ കൃത്യമായ രീതിയിൽ കണ്ടെത്തിയ ശേഷം ആ കടുത്ത നടപടി, അതായത് വെടിവെച്ച് കൊല്ലുക എന്നുള്ള നടപടിയിലേക്ക് കടക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തിരക്കിട്ട കൂടിയാലോചനകൾ ഒരു ഭാഗത്ത് ബേസ് ക്യാമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പുറത്ത് ദൗത്യസംഘം 3 സംഘങ്ങളായി തിരിഞ്ഞ് ഈ കടുവയെ കൃത്യമായി സ്പോട്ട് ചെയ്യാൻ, അതായത് പ്രത്യേകിച്ച് കുറ്റിക്കാടുകൾ നിറഞ്ഞ പ്രദേശമാണ്, കാപ്പിത്തോട്ടമാണ്, അതുകൊണ്ട് തന്നെ മറഞ്ഞിരിക്കുന്ന സാഹചര്യം ഉണ്ടാകാം. അത്തരം കൃത്യമായ ഒരു പോയിന്റിൽ വെച്ച് കിട്ടുമ്പോൾ ഷൂട്ട് ചെയ്യുക എന്നുള്ള ദൗത്യമാണ് വനംവകുപ്പ് നടപ്പിലാക്കുന്നത്. അതിൻ്റെ ശ്രമങ്ങളാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു പരിശോധന, തിരച്ചിലെല്ലാം തന്നെ ഇന്ന് രാവിലെ മുതൽ പുനരാരംഭിച്ചിരിക്കുന്നത്. പ്രതീഷിൻ്റെ മരണം നടന്ന 7ാം നാളാണ്. അപ്പോൾ ഇത്ര ദിവസമായും തെരച്ചിൽ തുടരുകയായിരുന്നു. ഇതിനിടയിൽ കടുവയുടെ സാന്നിധ്യം പല ഘട്ടങ്ങളിലുണ്ടായി. ഒരു കടുവ തന്നെയാണ് ഇവിടേക്ക് എത്തുന്നത് എന്നുള്ള തരത്തിലുള്ള വിവരം അത് വനംവകുപ്പിന് നേരത്തെ തന്നെ കിട്ടിയതാണ്. പ്രത്യേകിച്ച് ഈ പഗ്മാർക്ക് ഉൾപ്പെടെയുള്ള പരിശോധിച്ച ശേഷം ഇത് ഒരു കടുവ തന്നെയാണ് ഇവിടേക്ക് എത്തുന്നത് എന്നുള്ള തരത്തിലുള്ള കൃത്യമായ വിവരം വനംവകുപ്പിനുണ്ട്. എന്തായാലും ഇതിൻ്റെ എല്ലാം തന്നെ അടിസ്ഥാനത്തിലാണ് ക്യാമറയിൽ വളരെ വ്യക്തമായ ചിത്രം ലഭിച്ചത്. അതിൽ നിന്നാണ് വയനാട് വൈൽഡ് ലൈഫിൽപ്പെട്ട 45 നാമകരണം ചെയ്തിട്ടുള്ള ആ കടുവയാണ് ഇത്. ഇതിന് പ്രായാധിക്യമായ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഇരതേടാൻ കഴിയാത്ത സാഹചര്യത്തിലാകാം നാട്ടിലിറങ്ങിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് വനം വകുപ്പ്. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വാഗേരിയിലെ നരഭോജി കടുവയെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. കണ്ടുകഴിഞ്ഞാൽ വെടിവെച്ച് കൊല്ലാനാണ് തീരുമാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.